ഹാപ്പി. ഓഗസ്റ്റ് 6-ാം തീയതി ആയിരുന്നു ഹോളി ട്രാൻസ്ഫിഗറേഷൻ ഓഫ് അവർ ലോർഡ്. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പറയുന്നത് ബേസിക്കലി നമുക്ക് 7 സീസൺസ് ഉണ്ട്. 7 സീസണിൽ 6-ാമത്തെ സീസണാണ് ട്രാൻസ്ഫിഗറേഷൻ. ഇപ്പോൾ ട്രാൻസ്ഫിഗറേഷൻ നടക്കുന്നത്. ട്രാൻസ്ഫിഗറേഷൻ ഓഗസ്റ്റ് 6 ട്രാൻസ്ഫിഗറേഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ബിഫോർ ദാറ്റ്. രണ്ടാഴ്ച മുമ്പ് ട്രാൻസ്ഫിഗറേഷൻ അഥവാ പെരുന്നാളിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ തിയോസിസ് പ്രോസസ്സിനകത്ത് ഐ ഡോണ്ട് നോ എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നറിയില്ല. പക്ഷേ തിയോസിസ് പ്രോസസ്സിനകത്ത് വി ഹാവ് 8 സീസൺസ്. 8 സീസൺസ് എന്ന് പറയുമ്പം 7 8-ാമത്തെ സീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസാണ്. കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ഹാപ്പൻസ് അവസാനത്തെ സ്ലീബ കാലമാണ്. സ്ലീബ ആണ് 8-ാമത്തെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ വെൻഡി കോൺസ്റ്റന്റൈൻ രാജാവ് ആകാശത്തിൽ കണ്ടതുപോലെ സ്ലീബ കാണും. സ്ലീബ is അടയാളം. ആൻഡ് ദെൻ ദി കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ഹാപ്പൻസ്. അതായത് ക്രിസ്ത്യന്മാരുടെ വെഡിങ് ഫീസ്റ്റ് വിൽ ബി ഹാപ്പനിങ് ബൈ ദിസ് ഇതെന്നാണ് പറയുന്നത്. സ്ലീബ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് 8-ാമത്തെ സീസൺ വരുന്നില്ല. 7 സീസണേ ഉള്ളൂ. 8-ാമത്തെ സീസൺ ഉണ്ടോ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ അതിനകത്ത് വരുന്ന ഒരു ഷൂനോയോ എന്ന് പറയുന്ന മാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളുണ്ട്. വാങ്ങിപ്പെരുന്നാൾ ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ പെരുന്നാളുണ്ട്. അത് അത്രയ്ക്കും മാതാവിൻ്റെ സൊള്ളി അബൌട്ട് സെൻറ്റ് മേരി എന്നാണ് വിചാരിച്ചു. പക്ഷേ ഈ നിറങ്ങൾ, നമ്മളുടെ ചർച്ചിലെ നിറങ്ങൾ, ടോൺ ഓഫ് ദി ഡേ പരിശോധിച്ച് കഴിയുമ്പം ടോൺ ഓഫ് ദി ഡേയുടെ സീക്വൻസ് വരുന്ന 8-ാമത്തെ സീക്വൻസ് വരുന്നത് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസിനാണ്. ഫോർ എക്സാമ്പിൾ ദുഃഖ്രോനോ ഓർമ്മകൾ, വിശുദ്ധന്മാരുടെ ഓർമ്മകളൊക്കെ വരുന്നത് 8-ാമത്തെ നിറത്തിനാണ് വരുന്നത്. അപ്പം അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 6-ാമത്തെ നിറമാണ് എന്തിന് വരുന്നത്? ട്രാൻസ്ഫിഗറേഷന് വരുന്നത്. ഹോളി ട്രാൻസ്ഫിഗറേഷൻ അഥവാ കൂടാരപ്പെരുന്നാൾ അഥവാ കർത്താവിൻ്റെ മഹത്വീകരണം, തേജസ്കരണം. അപ്പോൾ 7-ാമത്തത് എവിടെയാണ് വരുന്നത്? 7-ാമത്തെ എല്ലാ ഞായറാഴ്ചകളും നമ്മൾ 7-ാമത്തതാണ് ജനറലി നിറം വരുന്നത്. 7-ാമത്തെ നിറം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഉയർപ്പാണ്, റിസറക്ഷനാണ്. റിസറക്ഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഇത് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് വരുന്നത്. 8-ാമത്തത് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്. അപ്പോൾ 7-ാമത്തത് എവിടെയാണ് വരുന്നത്? ഞാൻ ആലോചിച്ചു. മാതാവിൻ്റെ അസംഷൻ എന്ന് പറയുന്നിടത്ത് 7 നിറം വന്നിരിക്കുന്നത്. അപ്പം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീസ്റ്റാണ്, പെരുന്നാളാണ്. കാരണം അത് സഭയുടെ തന്നെ പ്രോട്ടോടൈപ്പ്. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, കർത്താവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്വൈറ്റ് യുണീക്ക്. അത് കർത്താവിൻ്റെ ഉയർപ്പാണത്. പക്ഷേ മാതാവിൻ്റെ ഉയർപ്പ്, മാതാവ് ഇസ് എ പ്രോട്ടോടൈപ്പ്. മാതാവ് ഒരു സഭയുടെ പ്രോട്ടോടൈപ്പ് എന്നുള്ള നിലയ്ക്ക് മാതാവിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഉയർപ്പ് അതിനെപ്പറ്റി പറയുന്നത് ശൂനോയ് നോമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓൾഡ് ഡേറ്റ് വെച്ച് ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്തു. പറയുന്നത് മാതാവ് മരിച്ചപ്പം കർത്താവ് വന്നു. കർത്താവ് മലഹ്മാരോട് വന്നിട്ട് മാതാവിൻ്റെ ശരീരം, ആത്മാവിനെ സ്വീകരിച്ച് അവിടെ നമ്മുടെ സെൻറ്റ് മൈക്കിൾ ദി ആർക്കേഞ്ചലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതിനുശേഷം കർത്താവ് ഒരിക്കൽ കൂടി വന്നു മാതാവിൻ്റെ ശരീരത്തെ കൈക്കൊള്ളാനായിട്ട്. ശരീരം കൈക്കൊണ്ട് അത് മിഡ് സ്കൈയിൽ മധ്യാകാശം വെച്ചിട്ട് ആത്മാവ് ശരീരവുമായി യോജിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ബേസിക്കലി അതങ്ങനെ പറയുന്നത് നമുക്ക് ഒരു ഫിക്ഷൻ പോലെ തോന്നും. കേട്ട് കഴിയുമ്പം ശരീരം ആദ്യം ആത്മാവ് കൊണ്ടുപോയി, പിന്നെ ശരീരം കൊണ്ടുവന്ന് മിഡ് എയറിൽ വെച്ചു. പക്ഷെ അതിന് ഹൈ റെലവൻസ് ഉണ്ട്. അത് റെലവൻസ് ഇസ് നോട്ട്, നമ്മൾ ഒറ്റയടിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. കാരണം നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഹിൻ്റാണത്. ശരീരങ്ങളുടെ ഉയർപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഹിൻ്റാണ്. മധ്യാകാശത്തിൽ വെച്ച് മിഡ് എയർ എന്നൊക്കെ പറയുന്നതിന് നമുക്ക് അറിയില്ല. ഐ എം ജസ്റ്റ് ആറാണ്ടിയിലാണ് ഇപ്പോഴും സ്റ്റിൽ. അപ്പോൾ മധ്യാകാശത്ത് വെച്ച് മധ്യാകാശത്ത് വെച്ചിട്ടാണ് അവ യോജിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത് മൊത്തം സഭയുടെ പ്രോട്ടോടൈപ്പാണ് മാതാവെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ശരീരങ്ങളുടെ ഉയർപ്പെന്ന് പറയുന്നത്, ഇതിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് സഭയുടെ ഓരോരുത്തരുടെയും ടൈപ്പാണ്. മാതാവിനെ സംഭവിച്ച കാര്യങ്ങളാണ് ഭാവിയിൽ നമുക്ക് മിസ്റ്റിക്കലി ടു കൺസീവ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ശരീരങ്ങളുടെ ഉയർപ്പും എല്ലാം സംഭവിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീസ്റ്റാണ് ഷുനോയ വരുന്നത്. ഷുനോയിൻ്റെ മാതാവിൻ്റെ നോമ്പല്ലേ, മാതാവിൻ്റെയാണ്. അപ്പോൾ കർത്താവിൻ്റെ അല്ലല്ലോ, മാതാവിൻ്റെ അല്ലേ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു മേ ബി സംടൈംസ് നമ്മളൊരു ചെറിയൊരു ഇതായിട്ട് തോന്നും. പക്ഷെ മാതാവിൻ്റെ അല്ല, അത് എട്ടാമത്തെ അതൊരു തിയോസിസ് പ്രോസസ്സിനകത്ത് നമ്മളുടെ ശരീരങ്ങളുടെ ഉയർപ്പിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണത്, ഒരു പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ ആ പ്രോട്ടോടൈപ്പിൽ മാതാവിൻ്റെ ശരീരത്തിൽ സംഭവിച്ചത്, ശരീരത്തിനും ആത്മാവിനും സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും ഓരോരുത്തരുടെയും ശരീരങ്ങൾക്കും ആത്മാവിനും സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ഹിൻ്റാണ്, സൂചനയാണ്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലോർ ദാറ്റ് ഫർദർ. അതിൽ കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ റിസർച്ച് നടത്തി അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയത്തുള്ളൂ. പക്ഷെ ഇപ്പം ഇതാണ് ഇപ്പം ഇപ്പം 6ാമത്തെ സീസൺ ആണ് ഇത്. പക്ഷേ അതിനകത്ത് 7ാമത്തത് അതിനിടയ്ക്ക് വരുന്നുണ്ട്. അത് ശരീരങ്ങളുടെ ഉയർപ്പെന്ന് പറയുന്നതാണ് മാതാവിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്, അഥവാ മാതാവിൻ്റെ വാങ്ങിപ്പ് എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് സ്ലീബ, ദി കമമറേഷൻ ഓഫ് ദി ഫീസ്റ്റ് ഓഫ് ദി ഹോളി സ്ലീബ, അഥവാ സ്ലീബ പെരുന്നാൾ വരുന്നത് സെപ്റ്റംബർ 14 അടുത്ത സീസൺ, മെയിൻ സീസൺ എന്ന് പറയുന്നത്. അത് വിശന്മാരുടെ കൂട്ടായ്മയാണ്. ഫൈനൽ 8th, ബേസിക്കലി ഇറ്റ്സ് ആൻ 8th സീസൺ. ബേസിക്കലി ഇതിൻ്റെ 7 സീസൺസ് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അത് മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഇറ്റ്സ് 8th സീസണാണ്. അത് കോൺസ്റ്റന്റൈൻ രാജാവിന് സ്ലീബ, ഹോളി സ്ലീബ ആകാശത്തിൽ കാണപ്പെട്ടതുപോലെ നമുക്കും ഹോളി സ്ലീബ കാണപ്പെടും. അപ്പം ആണ് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, അഥവാ വെഡ്ഡിങ് ഫീസ്റ്റ് അവിടെ വെച്ചാണ് സംഭവിക്കുന്നത്. അത് ദുഃഖ്രോനോയ്ക്ക് അതിൻ്റെ നിറം നോക്കുമ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതിൻ്റെ ടോൺ ഓഫ് ദി ഡേ നോക്കുകയാണ്. കാരണം 8 ടോൺ ഓഫ് ദി ഡേ 8 നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ അത് ദുഃഖ്രോനോയ്ക്കാണ്, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പാടുന്നത്, ആ ഗീതങ്ങൾ പാടുന്നത് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ആണ് നിറം 8 എന്ന് പറയുന്നത്. അപ്പം അതിന് നിറം 8 ആണ് യൂസ് ചെയ്തത് സ്ലീബ പെരുന്നാൾ. അതുപോലെ മാതാവിൻ്റെ ഇതിന് നിറം 7 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മറ്റേ ഇത് കൂടാരപ്പെരുന്നാളിന് അഥവാ ദി ഹോളി ട്രാൻസ്ഫിഗറേഷന് നമുക്ക് നിറം 6 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീക്വൻസ്, ലാസ്റ്റ് സീക്വൻസ് മനസ്സിലായി 6, 7, 8. പക്ഷേ ഇതിനിടയ്ക്ക് 1 എന്ന് പറയുന്ന കർത്താവിൻ്റെ എൽദോ പെരുന്നാളാണ്. പക്ഷേ അതിന് നമുക്ക് ഇതിന് ഈ ഒരു നിറങ്ങളുമായിട്ട് ഇതിനെ കണക്ട്, ഞാൻ ജസ്റ്റ് ഈ വീഡിയോ പുട്ട് ചെയ്യുന്നത് ക്രൗൺ ഓഫ് ദി ഇയറിനകത്ത് ഒരു എന്താ പറയുക ഹോളി ട്രാൻസ്ഫിഗറേഷൻ്റെ ഒരു ഇതായിട്ട് കൊടുക്കുന്നു. പക്ഷേ ഈ നിറങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ആയിട്ട് നമ്മൾ ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു നിറങ്ങൾ. പക്ഷേ എനിക്കതിന് പൂർണ്ണമായിട്ടില്ല, കാരണം അതിന് പല ലെയറുണ്ട്. ഒന്ന് നമ്മുടെ കർത്താവ് പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവമായിരുന്നു. പക്ഷേ അപ്പോൾ കർത്താവ് ദൈവമായിരുന്നു, പക്ഷെ മാതാവ് മനുഷ്യയായിരുന്നു മാതാവ്. ഇറ്റ്സ് എ ഹ്യൂമൻ. അപ്പം കർത്താവിന് സംഭവിച്ചത് മാതാവിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കുന്നു. ഇതിങ്ങനെ ലെയേഴ്സ് ഉണ്ട്. അത് വിശുദ്ധന്മാർക്ക് സംഭവിക്കുന്നത് പല ലെയേഴ്സിനകത്താണ് അതിൻ്റെ. അപ്പോൾ ഫൈനലി അത് നമുക്കത് അനുഭവവേദ്യമാകുന്നത് ഹോളി തിയോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ എങ്ങനെയാണ് ക്രൗൺ ഓഫ് ദി ഇയറിൽ ഫ്രം കുദസിത്തോ ടു ദ നെക്സ്റ്റ് കുദസിത്തോ എങ്ങനെയാണ് കടന്നു പോകുന്നത്, ഒരു വർഷക്കാലം കടന്നു പോകുന്നതിനെപ്പറ്റി ഒരു ഹിൻ്റാണ്. അപ്പോൾ തേജസ്കരണം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ കർത്താവിന് തേജസ്കരണം. ഇപ്പം ഇന്നലെ ഞാൻ തൂത്തുട്ടിയിൽ പോയപ്പം തൂത്തുട്ടിയിൽ നിന്ന് അവിടെ സെൻറ്റ് ആൻ്റണീസ് ദേറയുണ്ട്. അവിടെ ദേറയിൽ സാജുവച്ചനൊക്കെ ഉണ്ടായിരുന്നു. ഫാദർ സാജുവച്ചൻ തിരുവേനി കണ്ടു, സാജുവച്ചനെ കാണും. അപ്പോൾ സാജുവച്ചനുമായിട്ട് ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പല കാര്യങ്ങളും. അറൗണ്ട് 3 hours ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം സന്ധ്യ കഴിഞ്ഞപ്പോൾ പോകുന്നത്. അപ്പോൾ അന്നേരം സാജുവച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ നമുക്ക് ഈ അച്ഛനാണ്, ദേറാച്ചനാണ്, റംബാച്ചനല്ല ദേറാച്ചൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞാണ് ഈ തേജസ്കരണം എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കാനുള്ള, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കാനുള്ള, അത് തിയോസിസ് പ്രോസസ്സിനെ അടിയുറപ്പിച്ച് എംഫസൈസ് ചെയ്യുന്ന ഒരു വസ്തുതയാണ് ഈ കൂടാരപ്പെരുന്നാൾ അഥവാ തേജസ്കരണം അഥവാ ദി ഹോളി ട്രാൻസ്ഫിഗറേഷൻ ഓഫ് അവർ ലോർഡ് ഹാപ്പൻസ് ടു ഓൾ ദി ഹ്യൂമൻ ബീയിങ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ബേസിക്കലി ദിവസത്തിന് ആരാധന നടക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അങ്ങോട്ട് അച്ഛനോട് പറഞ്ഞു, അത് പിതാക്കന്മാരുടെ ഫിലോക്കാലിക്കകത്ത് പിതാക്കന്മാരുടെ ഇതിൽ വായിച്ച് മനസ്സിലാവും. കാരണം വിശമക്കാരിയോസിൻ്റെ ഇതിനകത്തൊക്കെ വിശമക്കാരിയോസ് ഈസ് നോൺ ആസ് ദി ലാംബ് ഓഫ് ദി ഡിസേർട്ട് എന്നാണ് പറയുന്നത്. അവിടെ വിശമക്കാരിയോസിൻ്റെ തേജസ്കരണം ശരീരങ്ങൾ പ്രകാശിക്കുമായിരുന്നു എന്ന് പറയുന്നത്. മരുഭൂമിയിലൂടെ രാത്രി പോകുമ്പോൾ ശരീരം, അപ്പോൾ ലാംബ് ഓഫ് ദി ഡിസേർട്ടാണ്, മരുഭൂമിയിലെ ദീപം എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് വിശമക്കാരിയോസ്.
അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധന്മാരുണ്ടായിരുന്നു. അവർ തേജസ്കരണത്തിലൂടെ കടന്നു പോയിരുന്നു. അവരുടെ ശരീരങ്ങളും ഗ്രേസ്, ദ ഡിവൈൻ എനർജീസ് അവരുകൊണ്ട് അവരുടെ ശരീരങ്ങൾ ലൂമിനസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ലൂമിനസ്. അപ്പോൾ അച്ഛൻ സാജിച്ചിനായിട്ട് സാജിച്ചിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. കാരണം സാജിച്ചൻ നിലമ്പൂർകാരനാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ സെർവ് ചെയ്യുന്നു. ഇന്നലെ കുറേ അച്ഛൻ പറഞ്ഞ് ഇനി വരണം, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു വിട്ടു. തിരുമേനിയെ കണ്ടായിരുന്നു, തിരുമേനിയെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അച്ഛനാണ് തിരുമേനിയാണ് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തത്. അപ്പം ഈ ഒരു ക്രിട്ടിക്കൽ ഫാക്റ്റ് പറയാൻ വേണ്ടിയാണ് ഇതിനെപ്പറ്റി. മേ ബി നമുക്ക് വി ഹാവ് ടു ഡു മോർ വീഡിയോസ് അബൌട്ട് ദിസ് ഹോളി ട്രാൻസ്ഫിഗറേഷൻ. കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീസ്റ്റാണ്. അത് അസംഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അസംഷനെ പറ്റി നമുക്കറിയില്ല. അസംഷൻ വാങ്ങിപ്പം അതാണ് ശൂനോയോ പെരുന്നാളിനെ പറ്റി നമുക്ക് ഒരു എല്ലാ കാര്യങ്ങളെ പറ്റി വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇന്നലെ അച്ഛനുമായിട്ട് മനസ്സിലായത് ഇപ്പം പൊതുവെ സഭയിൽ ആർക്കും അറിയില്ല എന്ന്. അപ്പം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ശൂനോയെ പറ്റി. കാരണം അത് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണെന്നാണ് എനിക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇൻഫറൻസ് എനിക്ക് മനസ്സിലായത്. അപ്പം അടുത്തതിൽ നമ്മൾ ശ്രീബാ പെരുന്നാളിൽ ഇത് കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ആണ് ബേസിക്കലി. ഈവൻ ദോ വി സേ ദാറ്റ് 7 seasons, basically there are in between there is one more Shunoye happens in between. നമുക്ക് പറയാം 8th one ആണ്. ശ്രീബാ ഇസ് ആക്ച്വലി ഫൈനൽ 7 ആകുമ്പോൾ റിസറക്ഷൻ അല്ലല്ലോ, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ആണ് 8th one എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അതിനിടയ്ക്കൊരു ഇത് ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഷൂനോയോ ഫീസ്റ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് അക്കോർഡിംഗ് ടു ദി ചർച്ച് ആസ് വെൽ ആസ് all the theosis process that അപ്പോൾ ഒരാൾ കടന്നു പോകുന്ന തിയോസിസ് പ്രോസസ്സിനകത്ത് ശൂനോയെ പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെരുന്നാളാണ്. ഹോളി ട്രാൻസ്ഫിഗറേഷൻ കഴിഞ്ഞിട്ട് തേജസ്കരണം കഴിഞ്ഞിട്ട് ശൂനോയ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശ്രീബാലോട്ട് പോകുന്നത്. അത് ജസ്റ്റ് പറയാൻ വേണ്ടിയാണ്. മേ ബി നമ്മൾ ലാസ്റ്റ് ഇയർ ഈ ഒരു മറ്റേ ഹോളി ട്രാൻസ്ഫിഗറേഷൻ അത് പിടാരപ്പെരുന്നാൾ ചെയ്ത ഒരു ഭാഗം ഒരു വീഡിയോ ഇംഗ്ലീഷിലാണത്. ഞാൻ എൻ്റെ വീഡിയോ ലിങ്ക് വേറൊരു ചാനലിലാണ്. അത് ഞാൻ വീഡിയോ ലിങ്ക് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം ഇതിൻ്റെ കൂടെ. മേ ബി ഇതിനെപ്പറ്റി കുറച്ചും കൂടെ വീഡിയോസ് നമ്മൾ ചെയ്യുമായിരിക്കും. ക്രൗൺ ഓഫ് ദി ഇയറിനകത്താണ് ഇത് വരുന്നത് തീർച്ചയായിട്ടും. August 6th ദാറ്റ് ഹാപ്പൻഡ് ഓൾറെഡി. ദാറ്റ് ഫീസ്റ്റ് ഈസ് ഓവർ. നമ്മൾ ശൂനോയോ ലെൻറ്റിൻ്റെ സീസണിലാണിപ്പോൾ നോമ്പിലാണിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. It's a short video.